Welcome to Arcade Stories. ബിസിനസ്മാൻ ഭാഗം 9. അന്ന് എത്ര ശ്രമിച്ചിട്ടും ഉറക്കം കുഞ്ഞി അനുഗ്രഹിച്ചില്ല. എങ്ങുന്നു നിന്നറിയാതെ ഊറി വന്നൊരു വേദന കുത്തി നോവിക്കുന്നു. സുഖമുള്ളൊരു നോവ്. അതിന്റെ ലഹരിയിൽ ഉറക്കം വഴി മാറി നിൽക്കുന്നു. വൈകുന്നേരം കുളക്കരയിൽ വെച്ച് വിഷ്ണുവേട്ടന്റെ ആ പാട്ട് കേട്ടപ്പോൾ മുതൽ തുടങ്ങിയതാ മനസ്സിനൊരിളക്കം. ആ വരികളും അത് പാടുമ്പോൾ തേടി വന്ന നോട്ടങ്ങളും ഉള്ളിൽ ഇപ്പോഴും എന്തൊക്കെയോ വികാരങ്ങളെ തൊട്ടുണർത്തുന്നു. തൊട്ടടുത്ത് കിടന്നിറങ്ങുന്ന അനു ഉറക്കത്തിനിടയ്ക്ക് എന്തൊക്കെയോ പിറുപിറുത്തുകൊണ്ട് ചരിഞ്ഞു വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. മെല്ലെ അവളെ ഉണർത്താതെ ആ കൈകൾ എടുത്തു മാറ്റിയിട്ട് ഒരു നെടുവീർപ്പോടെ അവൾ എഴുന്നേറ്റിരുന്നു. ജനൽ വിരികളെ പൊക്കി നോക്കി തണുപ്പൻ കാറ്റ് മാടി വിളിക്കുന്നു. ഉറങ്ങിക്കിടക്കുന്ന അനുവിനെ ഒരിക്കൽ കൂടിയൊന്ന് നോക്കിയിട്ട് കുഞ്ഞ് എഴുന്നേറ്റു. ലൈറ്റ് ഇടേണ്ട ആവശ്യമില്ല. പുറത്ത് പരന്നൊഴുകി കിടക്കുന്ന പാൽ നിലാവിന്റെ വെളിച്ചം ഉള്ളിലേക്കും ചിതറി വീണിട്ടുണ്ട്. മെല്ലെ അടിവെച്ച് അവൾ വാതിലിന് നേർക്ക് നടന്നു. മരത്തിന്റെ സാക്ഷകൾ ശബ്ദമുണ്ടാക്കിക്കൊണ്ട് അകന്നു മാറി. മലർക്കെ തുറന്ന വാതിലിന് മുന്നിൽ മുറിക്ക് നേരെ നോക്കി നിൽക്കുന്ന ഒരു രൂപം. വിഷ്ണുവേട്ടൻ. ശബ്ദം വിലങ്ങിപ്പോയി. നെഞ്ചിൽ കൈവച്ച് കുതിച്ചു ചാടിയ ഹൃദയത്തെ വരുതിയിൽ വരുത്താൻ അവൾ ശ്രമിച്ചു. കാറ്റിലിളകുന്ന ആ മുടിയിഴകൾക്കുമേലെ നിലാവിന്റെ വെള്ളി നിറം. ഉടുത്തിരിക്കുന്ന മുണ്ടിന്റെ തുമ്പ് കാറ്റിലിഴഞ്ഞ് മുറിക്ക് നേരെ ചൂണ്ടുന്നു. നിനക്കിന്ന് ഉറങ്ങാൻ കഴിയില്ലെന്ന് എനിക്കറിയായിരുന്നു. അവന്റെ പതിഞ്ഞ ശബ്ദം കാറ്റാണ് അവളുടെ ചെവിയിലേക്ക് എത്തിച്ചത്. എന്താ ഇവിടെ ചോദിക്കുമ്പോൾ അവളുടെ കിതപ്പ് മാറിയിരുന്നില്ല. മനസ്സിലായില്ലേ നിന്നെ കാണാൻ? മനസ്സ് കുതിച്ചു ചാടുന്നു. എന്തിന്? ബുദ്ധി പിന്നോട്ട് വലിക്കുകയാ. മറുപടിയില്ല. ആൾക്ക് മൗനം മാത്രം. വാതിലടക്കണോ അതോ പുറത്തേക്ക് ഇറങ്ങണോ? വിവേകവും വികാരവും തമ്മിലുള്ള ആ വടംവലിയിൽ ഒടുവിൽ വികാരം തന്നെ വിജയിച്ചു. മെല്ലെ പുറത്തേക്കിറങ്ങിയ അവൾ കൈവരിയിൽ പിടിച്ചു നിന്നിട്ട് അവന്റെ മുഖത്തേക്ക് നോക്കി. വെളിച്ചത്തിനെതിരെ മുഖം തിരിച്ചു നിൽക്കുന്ന ആ മുഖത്തെ ഭാവം വ്യക്തമല്ല. കണ്ണുകളിലെ തിളക്കം മാത്രം കാണാം. എന്തിനാണെന്ന് കുഞ്ഞിക്കറിയില്ലേ? ചോദ്യത്തോടൊപ്പം മുഖം താഴ്ന്നു വന്നു. നിലാവ് തൊട്ട ആ മുഖത്തിന്റെ ഒരു വശം ഇപ്പോ കാണാം. കണ്ണുകളിൽ അലയടിക്കുന്നത് പ്രണയം മാത്രം. ആ വരികളിൽ ഞാൻ എഴുതി ചേർത്ത താലി അതെന്റെ മനസ്സിൽ നിന്നെ അണിയിച്ചത് തന്നെയാ. ഒരു നിമിഷത്തേക്ക് എന്താ പറയേണ്ടതെന്ന് കിട്ടിയില്ല. പരിചയപ്പെട്ടപ്പോഴും സംസാരിച്ചപ്പോഴും ഒരടുപ്പം തോന്നിയിരുന്നെങ്കിലും അർഹിക്കാവുന്നതിലും മുകളിലാണെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ മനസ്സിനെ വരുതിയിൽ നിർത്തുകയായിരുന്നു. പക്ഷേ ഇതിപ്പോ... നീ എന്തൊന്നും പറയാത്തെ? ഉരുക്കിയിടാൻ ശ്രമിക്കുന്ന കണ്ണുകളിൽ നിന്നും അവൾ മുഖം വെട്ടിച്ചു മാറ്റി. അർഹിക്കാവുന്നതേ ആഗ്രഹിക്കാവുന്ന അച്ഛൻ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതേട്ടാ. അത്രേ ഉള്ളൂ. ഈ പറഞ്ഞ അർഹത നീ എന്ത് അളവുകോല് വെച്ച് ആളുന്നത് കുഞ്ഞി? പണമോ? മറുപടി പറയാതെ അവൾ പുറത്ത് നിലാവിലേക്ക് നോക്കി നിന്നു. അടുത്തേക്ക് നിന്ന വിഷ്ണുവിന്റെ തോള് അവളുടെ തോളിലുരുമി. മനസ്സിന് ഇഷ്ടപ്പെട്ട ആളെ കൂടെ കൂട്ടാൻ സാധിക്കുന്നതിലും വലിയൊരു അർഹതയൊന്നും മനുഷ്യ ജീവിതത്തിൽ ഇല്ലവണ്ണേ. അതുകൊണ്ട് നീ ഇനി ഇങ്ങനെ ഉറങ്ങാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നാളെ ഞാൻ നമ്മുടെ കാര്യം ഇവിടെ പറയും. അതിനു മുന്നേ നിന്നോടൊന്ന് ചോദിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഇനി പോയി കിടന്നു. വിലങ്ങനെ തലയാട്ടിയിട്ട് അവൾ കൈവരിയുടെ ഇടയ്ക്കുള്ള തൂണിനോട് ചേർന്ന് നിന്നു. അപ്പോ ഇന്നിനി ഉറങ്ങുന്നില്ലേ? ഇല്ല, ഇന്നിനി എനിക്ക് ഉറങ്ങാൻ കഴിയില്ല. വിഷ്ണുവേട്ടൻ പോയിക്കോ. ഏയ്, അത് ശരിയാകില്ല. എന്തേ? അവൾ മുഖം തിരിച്ചു നോക്കിയപ്പോൾ ആ കണ്ണുകളിൽ കുസൃതി മാത്രം. നീ ഈ നിലാവത്തിങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുമ്പോ ഈ ഞാൻ എങ്ങനെയാ മോളെ താഴെ പോയി കിടക്കുക? നെടുവീർപ്പിട്ടുകൊണ്ടാണ് അവളുടെ പറച്ചിൽ. അവൾക്ക് ചിരി വന്നു. അയ്യോടാ, പൂത്തുലഞ്ഞു നിൽക്കുകയാണെന്ന് കരുതി കയറി പൂ പറിക്കാനുള്ള ശ്രമം നടത്തിയാലേ മുട്ടുകാലി ഞാൻ തല്ലിയൊടിക്കും. പിന്നിൽ നിന്നും അനുവിന്റെ ശബ്ദം കേട്ടതും രണ്ടുപേരും ഒരുപോലെയാണ് ഞെട്ടിത്തിരിഞ്ഞു നോക്കിയത്. വാതിൽ പടിയിൽ ചാരി കൈകൾ പിണച്ചു കെട്ടി കൂർത്ത നോട്ടവുമായി നിൽക്കുകയാണവൾ. എടീ, ഞാൻ ചുമ്മാ... വിഷ്ണു നിന്ന് തല ചൊറിഞ്ഞു. പോയേ പോയേ. എന്നാ പിന്നെ ഞാനങ്ങോട്ട്. അവൻ കുഞ്ഞിയെ നോക്കി അനുവാദം ചോദിച്ചു. ചിരി കടിച്ചമർത്തിക്കൊണ്ട് അവൾ തല കുലുക്കി. അതെ,
കാര്യങ്ങളൊക്കെ ഒരു തീരുമാനമായ സ്ഥിതിക്ക് ഇനിയെങ്കിലും വന്നൊന്ന് കിടന്നൂടെ? നാളെ വെളുപ്പിന് എഴുന്നേക്കാനുള്ളതാണെന്ന കാര്യം മറന്നുപോയോ? അനു പറഞ്ഞപ്പോഴാണ് ചേച്ചിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സർപ്രൈസിന്റെ കാര്യം അവൾ ഓർത്തത്. നെറ്റിയിൽ തല്ലിക്കൊണ്ട് കുഞ്ഞി അവൾക്ക് നേരെ നടന്നു. പാറൂട്ടിയെ, എഴുന്നേറ്റേ. വെളുപ്പിന് ഡോക്ടറുടെ ശബ്ദം കേട്ട കണ്ണുകൾ മിഴിച്ചത്. കണ്ണുകൾ തിരുമ്മി കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. നേരം വെളുത്തിട്ട് പോലുമില്ല. ആളെയാന്നെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ഒരു മുണ്ടും ജുബയൊക്കെ ഇടിപ്പിച്ച് മുന്നിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ കൊച്ചു വെളുപ്പം കാലത്ത് ഇതെങ്ങോട്ട് പോകുന്നു? നോക്കിയിരിക്കെ ആ കൈ നീണ്ടുവന്ന് നെറ്റിയിലും കഴുത്തിലും പിടിച്ചു നോക്കി. ഇപ്പൊ ചൂടൊന്നും തോന്നുന്നില്ലല്ലോ. എങ്ങനെയുണ്ട് കോൾഡ്? കുഴപ്പമില്ല. എങ്കിൽ എഴുന്നേറ്റ് വേഗം റെഡിയാകാൻ നോക്ക് പാറൂട്ടി. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ വെളുപ്പിന് ഒരു സ്ഥലം വരെ പോകണമെന്ന്. എങ്ങോട്ടാണാവോ? മുഷിച്ചിലോടെയാ എഴുന്നേറ്റത്. എഴുന്നേറ്റ പാടെ ആൾ ഉന്തി തള്ളി ബാത്റൂമിന് മുന്നിലെത്തിച്ചു. വേഗം ആവട്ടെ, എല്ലാരും റെഡിയായി കഴിഞ്ഞു. തല കഴുകണ്ട, തോർത്തുകൊണ്ട് ഒന്ന് തുടച്ചാ മതി. എങ്ങോട്ടേക്കാന്ന് ഇങ്ങേർക്കൊന്ന് പറഞ്ഞൂടെ? ബാത്റൂമിന്റെ വാതിലടയ്ക്കുമ്പോഴും ചിന്ത അതായിരുന്നു. കുളിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും കുഴപ്പമൊന്നും തോന്നാതിരുന്നതുകൊണ്ട് ഫ്രഷായി കുളിയും കഴിഞ്ഞിട്ടാ പുറത്തേക്ക് ഇറങ്ങിയ. ഒരു സെറ്റും മുണ്ടും കിടക്കയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നീ തല നനച്ചോ പാറൂട്ടിയെ? നനവ് പറ്റാത്ത മുടിയിലേക്ക് നോക്കിക്കൊണ്ട ചോദ്യം. ഓ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതിന് മറുപടി പറയാതെ ആള് ബാത്ത് ടവലും എടുത്ത് മുന്നിലേക്ക് ചാടി വീണു. തുവർത്തുന്ന ശക്തിയിൽ തല പിടലിയിൽ നിന്നും വിട്ടുപോകുമെന്ന് തോന്നി. ഇതെന്താ ഈ സെറ്റും മുണ്ടും? തുവർത്തിക്കഴിഞ്ഞ ഉടനെ രക്ഷപ്പെട്ട ആശ്വാസത്തോടെ ശ്വാസം വിട്ടിട്ടാ ചോദിച്ച്. ഇത് ഉടുത്താ മതി, എന്നിട്ട് വേഗം റെഡിയാവ്. മടിയോടെയാ ആ മുഖത്തേക്ക് നോക്കിയേ. ഇതൊക്കെ ഇടാൻ പാടാന്നേ. ഞാനൊരു ചുരിദാർ ഇട്ടാ പോരെ? മര്യാദയ്ക്ക് വേഗം ഇടുന്നോ അതോ ഞാൻ തന്നെ ഉടുപ്പിക്കണോ? കയ്യും നീട്ടി മുന്നോട്ട് വരികയാ. സൂചി കയറ്റാൻ ഇടം കൊടുത്ത തൂമ്പ കയറ്റുന്ന ഇനമാണേ. വേണ്ട വേണ്ട, ഞാൻ ഉടുത്തോളാം. ഒന്ന് പുറത്തേക്കിറങ്ങി. പറഞ്ഞതും ആൾ അനുസരണയോടെ പുറത്തേക്കിറങ്ങി. അത്ഭുതമായിരിക്കുന്നല്ലോ. അല്ലേൽ എന്തെങ്കിലും പറഞ്ഞ് ചൊറിഞ്ഞോണ്ട് നിൽക്കുന്നതാ. റെഡിയായി താഴേക്ക് ചെല്ലുമ്പോ താഴെ ഒച്ചയോ അനക്കോ ഒന്നുമില്ല. ആരും ഇല്ലേ? അതോ ആരും എഴുന്നേറ്റില്ലേ? ഡോക്ടർ കുറ്റിയടിച്ചതുപോലെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. സെറ്റ് മുണ്ട് ഉടുത്തത് ഇഷ്ടപ്പെട്ടെന്ന് ആ നോട്ടം കണ്ടാൽ തന്നെ അറിയാം. ആരും എഴുന്നേറ്റില്ലേ ഡോക്ടറെ? എഴുന്നേറ്റില്ലെന്നോ? എല്ലാവരും പോയി, ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ. എങ്ങോട്ട്? പറയാം, നീ ഇറങ്ങ്. ഡോക്ടർ ധൃതി കൂട്ടിയതോടെ പുറത്തേക്ക് ഇറങ്ങി. വണ്ടികൾ രണ്ടും മുറ്റത്തില്ല. ഡോക്ടറുടെ ഫാറ്റ് ബോബ് മാത്രം ഗമയോടെ ഇരിപ്പുണ്ട്. അങ്ങേരതിന് മുകളിലേക്ക് കയറി ഇരിപ്പുറപ്പിച്ചു. വാ, കയറൂ. ഇതിനു മുകളിൽ എങ്ങനെയാ സാരി എടുത്തോണ്ടിരിക്കുന്നേ? ഫാറ്റ് ബോബിന്റെ ബാക്ക് സീറ്റിന് ഉയരം കൂടുതലാ. നീ സൈഡ് ചെരിഞ്ഞ് കയറിയിട്ടേ എന്റെ മേലേക്ക് ചാരി ഇരുന്നാ മതി. ഓ, ഇഷ്ടപ്പെടാത്ത മട്ടിൽ തലയാട്ടിയിട്ട് ഒരു വിധത്തിലാ അതിന് മുകളിലേക്ക് കയറിയിരുന്നേ. സൈഡ് ചരിഞ്ഞിരുന്ന് വട്ടം ചുറ്റിപ്പിടിച്ചതും ഡോക്ടർ ബൈക്ക് മുന്നിലേക്ക് എടുത്തു. നേരം അപ്പോഴും വെളുത്തിട്ടില്ല. വീടിന്റെ വശത്തുകൂടി കഴിഞ്ഞ ദിവസം പുഴയുടെ തീരത്തേക്ക് പോയ അതേ വഴിയിലൂടെ ബൈക്ക് മുന്നോട്ട് നീങ്ങി. ബൈക്കിന്റെ വെളിച്ചത്തിൽ പിന്നിലേക്ക് ഓടി മറയുന്ന നിഴൽ ചിത്രങ്ങൾ. രാത്രിയത്തേക്കാൾ തണുപ്പുണ്ട് അന്തരീക്ഷത്തിന്. ബൈക്കിന് പോകുമ്പോ ആ തണുപ്പിന് മൂർച്ച കൂടുതലുവാ. ഒന്നുകൂടി ഡോക്ടറുടെ മേലിലേക്ക് ചാഞ്ഞിരുന്നിട്ട് വട്ടം പിടിച്ചു. പുഴയോരത്തേക്ക് പോകുന്ന വഴിയിൽ കൂടി അല്പദൂരം മുന്നോട്ട് പോയ ബൈക്ക് ഇടതുവശത്തേക്കുള്ള വഴിയെ തിരിഞ്ഞു. അല്പം കൂടി മുന്നോട്ട് പോയ ശേഷം അത് ചെന്നു നിന്നത് വലിയൊരു പറമ്പിന് നടുവിൽ നിൽക്കുന്ന പുതിയൊരു വീടിന് മുന്നിലാ. നെൽവയലിന് മുന്നിലായി ഒറ്റ നിലയുള്ള സാമാന്യം വലിപ്പമുള്ള ഓടിട്ടൊരു വീട്. വീടിന്റെ തെക്ക് വശത്ത് വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന വലിയൊരു മാവിലേക്കാ ആദ്യം നോട്ടം പോയത്. അതിന്റെ ശിഖരങ്ങൾക്കടിയിലായിട്ടാ വീട്. അത്രയ്ക്ക് വലിയൊരു മാവ്. പറമ്പിൽ നിറയെ പലതരത്തിലുള്ള ചെടികളും മറ്റു ചെറുമരങ്ങളുണ്ട്. വീടിന്റെ മുൻവശത്താകെ പൂമാലകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. വീട്ടിന് മുന്നിൽ നിന്നും പോന്ന 2 വണ്ടികളും ആ വീടിന് മുന്നിൽ കിടക്കുന്നുമുണ്ട്. ബൈക്കിൽ നിന്നും ഇറങ്ങിയ ഡോക്ടറെ ആകാംക്ഷയോടെ നോക്കി. വീട് താമസമാണോ? ആരുടേതായി വീട്? വാ, പറയാം. കയ്യിൽ പിടിച്ച് വലിച്ചുകൊണ്ട് ആള് മുന്നോട്ട് നടക്കുക. വരാന്തയിലേക്ക് കയറിയപ്പോ ആദ്യം ശ്രദ്ധിച്ചത് മുന്നിൽ കിടക്കുന്ന ചാരുകസേരയാ. വിശാലമായ വരാന്തയോട് ചേർന്ന് വീടിന് ചുറ്റുമായി ചെറിയ വരാന്തയും തൂണുകളും. ഒരു നിമിഷം നോക്കി നിന്നു പോയി. ഭംഗിയൊക്കെ പിന്നെ ആസ്വദിക്കാം, സമയം പോയി, വന്നേ. ആള് പിന്നെയും കയ്യും പിടിച്ച് വലിച്ച് ഓടുകയാ. ഇതെങ്ങോട്ടാ?
പറയും മുന്നേ അകത്തെ മുറിയിലെത്തിയിരുന്നു. അവിടെ ഹോമത്തിനുള്ള കർമ്മങ്ങൾ തുടങ്ങുകയാ. കണ്ടിട്ട് ഗണപതി ഹോമമാണെന്ന് തോന്നുന്നു. അത്ഭുതം അതല്ല, അമ്മമ്മയും മുത്തച്ഛനും ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം അവിടെയുണ്ട്. കൂടാതെ കല്യാണത്തിന് അന്ന് കണ്ട 2-3 മുഖങ്ങളും. ഇനി അവരിലാരുടെയെങ്കിലും വീട് താമസമാണോ? ആ വന്നോ, എന്നായിരുന്നോളാ. ഹോമകുണ്ടത്തിന് മുന്നിലിട്ടിരുന്ന പായയിലേക്ക് ചൂണ്ടിക്കാട്ടിക്കൊണ്ട തിരുമേനി പറയുന്നേ. കാര്യം മനസ്സിലാവാതെ ഡോക്ടറെ നോക്കി. ഇരുന്നു. കണ്ണുകൊണ്ട് ആഗ്യം കാട്ടുന്നുണ്ട്. ഇരിക്കെ മോളെ. അമ്മയും കൂടി പറഞ്ഞതോടെ ആ പായയിലേക്കിരുന്നു. കൂടെ ഡോക്ടറും. അപ്പോ ഗൃഹനാഥയുടെ പേര് ആത്മിക, നക്ഷത്രം മൂലം അല്ലേ? അതെ തിരുമേനി. ഡോക്ടർ പറഞ്ഞത് കേട്ട് കണ്ണു മിഴിച്ച് ആളെ നോക്കി. ഇതെന്തൊക്കെയായി നടക്കുന്നേ? ശബ്ദം താഴ്ത്തിയ ചോദിച്ച്. രണ്ടാളും സാക്ഷാൽ വിഘ്നേശ്വരനെ മനസ്സിരുത്തി അങ്ങോട്ട് പ്രാർത്ഥിച്ചോളാ. തിരുമേനി പൂജാകർമ്മങ്ങളിലേക്ക് കടന്നു. പാറൂട്ടിയെ, നിന്റെ വീടിന്റെ പാലുകാച്ചല ഇന്ന്. ഇവിടെ ഇരുന്നു കൊണ്ട് മനോഹരമായ കുറെ കഥകൾ എഴുതാൻ സാധിക്കണേ തമ്പായി എന്നും പറഞ്ഞ് ശരിക്ക് പ്രാർത്ഥിച്ചോ. ഒന്നും മിണ്ടാൻ പറ്റിയില്ല. മിഴിഞ്ഞു പോയ കണ്ണുകൾ നിറഞ്ഞൊഴുകി സെറ്റുമുട്ടിൽ വീണു പടർന്നു. കരയാതെ മോളെ, സന്തോഷായിട്ടിരുന്നങ്ങ് പ്രാർത്ഥിച്ചേ. അമ്മയുടെ വാത്സല്യം നിറഞ്ഞ ശബ്ദം. കണ്ണുകൾ തുടച്ച് മൂക്ക് വലിച്ചുകൊണ്ട് ഡോക്ടറെ നോക്കി. ആള് കണ്ണുകൾ പൂട്ടി ഈ ലോകത്തൊന്നുമല്ലെന്ന മട്ടിലിരിപ്പ. ആ കവിളിലൊരു കടി വെച്ചു കൊടുക്കാൻ തോന്നിപ്പോയി. ഗണപതി ഹോമത്തിന്റെ മുന്നിൽ കൈകൂപ്പി ഇരുന്നേയുള്ളൂ. മനസ്സ് മുഴുവൻ തൊട്ടടുത്തിരുന്ന ആൾക്കു ചുറ്റിനും പാറി നടക്കുകയായിരുന്നു. ഇങ്ങനെ ഡയറി എടുത്ത് വായിച്ചിട്ടുണ്ടെന്നുള്ളത് ഉറപ്പാ. അതല്ലാതെ കുറിച്ചു വെച്ച ആഗ്രഹങ്ങളൊക്കെ ഇതുപോലെ അറിയാൻ വേറൊരു സാധ്യതയില്ല. കുഞ്ഞിക്ക് പോലും അറിയില്ല അതൊന്നും. അങ്ങനെ അന്നേ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നടത്തുമെന്ന് നോക്കാമല്ലോ. ഞാനൊന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ മുകളിലേക്ക് നോക്കി കയ്യും കൂപ്പി ഇരിപ്പുണ്ട് കള്ള ബിസിനസ്സുകാരൻ. കണ്ണുകൾ പൂട്ടുമ്പോഴും ചുണ്ടിൽ ചിരിയുടെ മധുരം കുറഞ്ഞിരുന്നില്ല. ഇനി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയ ശേഷം ഗൃഹനാഥ നിലവിളക്ക് ഭദ്രദീപമായി കൊളുത്തി മുന്നിലും അവർക്ക് പുറകിലായി കുടുംബാംഗങ്ങളും ബന്ധുമിത്രാദികളും കൂടി ഭവനത്തെ അങ്ങോട്ട് പ്രദർശനം വെക്കാം. കുറച്ചു സമയം കഴിഞ്ഞപ്പോ പൂജാരി പറഞ്ഞത് കേട്ട കണ്ണുകൾ തുറന്നേ. ഒരു ചുറ്റു പ്രദർശനം കഴിഞ്ഞ ശേഷം കിഴക്കോട്ട് ദർശനമായി ഗൃഹനാഥ ഇടതുകാലും ഗൃഹനാഥൻ വലതുകാലും ഒരുമിച്ച് വെച്ച് വേണം പുതുഗൃഹത്തിലേക്ക് പ്രവേശിക്കാൻ. പൂജാരിയുടെ നിർദ്ദേശങ്ങൾ കേട്ട് ഡോക്ടറെ നോക്കി. ആള് തൊഴുതുകൊണ്ട് അടുത്ത് തന്നെ എഴുന്നേറ്റ് നിൽപ്പുണ്ട്. പിടഞ്ഞെഴുന്നേറ്റ് കൂടെ ചേർന്ന് തൊഴുതു നിന്നു. പൂജാരി നീട്ടിയ നിലവിളക്ക് കയ്യിലേക്ക് വാങ്ങുമ്പോൾ ഡോക്ടറും സഹായിച്ചു. പുറത്തേക്ക് ഇറങ്ങിയ ശേഷം പറഞ്ഞതുപോലെ വീടിന് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ ബാക്കിയുള്ളവരും പുറകെ വന്നു. ഒരു പ്രാവശ്യം വലം വെച്ചതിന് ശേഷം വീണ്ടും ഡോക്ടറെ നോക്കി. പുള്ളി കൂടെ വന്നൊപ്പം നിന്നു. പിന്നീട് പൂജാരി പറഞ്ഞതുപോലെ ഇടതുകാൽ നീട്ടിയപ്പോ ഡോക്ടർ വലതുകാലും ഒരുമിച്ച് നീട്ടി. മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ടാ വീടിനുള്ളിലേക്ക് ഒരുമിച്ച് കാലുകൾ വെച്ചത്. വിഷ്ണു ആണെന്ന് തോന്നുന്നു. പുറകിൽ നിന്നും കുരവ ഇടുന്നുണ്ട്. ഗണപതി ഹോമം കഴിഞ്ഞ ഹോമകുണ്ടത്തിലെ തീയെടുത്ത അടുപ്പിൽ പാല് കാച്ചിയത്. അതിനുവേണ്ടി ഒരു വിറകടുപ്പ് തന്നെ പ്രത്യേകം ഒരുക്കിയിരുന്നു. പാല് തിളച്ചു വന്നപ്പോ പൂജാരി പറഞ്ഞതുപോലെ അതിൽ നിന്നും ആദ്യം 3 സ്പൂൺ പാലെടുത്ത് അടുപ്പിൽ അഗ്നിദേവന് നിവേദിച്ചു. ബാക്കി വരുന്ന പാല് ചെറിയ ഗ്ലാസുകളിലാക്കി എല്ലാവരും കൊടുക്കാനായി അനുവും കുഞ്ഞിയും അമ്മയും മുന്നോട്ട് വന്നു. അരിയേട്ടനും വിഷ്ണുവും കൂടി ക്ഷേത്രത്തിൽ നിന്നും കൊണ്ടുവന്നതും ദേവന് നിവേദിച്ചതുമായ പായസവും അവലും മലരും എല്ലാവർക്കും കൊടുത്തു. എല്ലാം നോക്കി നിൽക്കുന്നതിനിടയിൽ ഇടയ്ക്കൊരു കൈ നീണ്ടുവന്ന് സാരിത്തുമ്പി പിടിച്ചു വലിച്ചു. ഡോക്ടറാ. കൂടെ ചെന്നു. നടക്കുന്നതിനിടയിൽ പതിവില്ലാതെ വിരലുകൾ കോർത്തു പിടിക്കാനൊരു ശ്രമം. അറിയാത്തതുപോലെ അതിനനുവദിക്കുമ്പോൾ ചുണ്ടിൽ വന്ന ചിരിയെ മനഃപൂർവ്വം കടിച്ചൊതുക്കി. വീടിന്റെ പുറകുവശത്തേക്കാ കൊണ്ടുപോയത്. ദാ നോക്കിയേ പാറൂട്ടിയെ, വീടിന്റെ പിന്നിലേക്ക് ഇറങ്ങിയ പുഴയാ. അതിനും അപ്പുറം സഹ്യൻ, ഇടതുവശത്തായി തോടും മുന്നിൽ വയലും. ആള് വർണ്ണിക്കുന്നതിനിടയിൽ കണ്ണുകൾ അത് നേരിൽ കണ്ട് ആസ്വദിക്കുകയായിരുന്നു. നല്ല കാറ്റ അവിടെ നിന്നാൽ. ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ ഒരു വീട്. ഇതിനെല്ലാം പകരമായി എന്താ കൊടുക്കുക? അറിയാതെ ആ തോളിലേക്ക് ചാരു നിന്നുപോയി. ആ കൈകൾ മുടിയിഴകളെ തലോടുന്നു. കരച്ചിൽ വന്നു. എന്തിനാന്നറിയില്ല. ആ പിന്നെ മുൻവശത്തിട്ടിരിക്കുന്ന ചാരുകസേര എങ്ങനെയുണ്ട്? ഇരുന്നെഴുതാൻ അത് മതിയാകുമല്ലോ അല്ലേ? കേട്ടപ്പോ കുസൃതി തോന്നി. ഭാര്യയെ ഇംപ്രസ് ചെയ്യാനുള്ള കുറുക്കുവഴികളാണല്ലേ ഇതെല്ലാം. പിന്നല്ലാതെ. ഞാനേ ഒരു ബിസിനസ്സുകാരൻ കൂടിയാ. തികഞ്ഞു. കേട്ടില്ലല്ലോ എന്ന് ആലോചിച്ചതേ ഉള്ളൂ. സന്തോഷായി. നാണയില്ലല്ലോ വല്ലവരുടെയും ഡയറിയൊക്കെ തുറന്നു നോക്കാൻ.
അതിനുള്ള ഉത്തരം ഞാനൊരിക്കൽ പറഞ്ഞതാ. ഇനി ഈ പട്ടാപ്പകലി നീ എന്നെ കൊണ്ട് തുറപ്പിക്കരുത്. പിടഞ്ഞുകൊണ്ട് തോളിൽ നിന്നും അകന്നു മാറി അല്പം നീങ്ങി നിൽക്കുന്നതാ സേഫ്. ഈ വീടൊക്കെ എപ്പോ സംഘടിപ്പിച്ചു? അതോ, വിവാഹത്തിന് സമ്മതമാണെന്ന് വീട്ടിൽ നിന്നും വിളിച്ചു പറഞ്ഞില്ലേ? അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാ കഥാകാരിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിഞ്ഞത്. ഉടനെ വിഷ്ണുവിനെ വിളിച്ചു. ഇത് പുതിയ വീടൊന്നുമല്ല, നേരത്തെ ഉണ്ടായിരുന്നൊരു വീട് ഒന്ന് ശരിയാക്കി എടുത്തതാ. അച്ചാച്ചന്റെ സ്ഥലമായത്. അച്ചാച്ചന്റെ ബ്രദറിന്റെ മകനാ ആ കഷണ്ടിയുള്ള ആള്. നീ മറന്നുപോയോ? അവരൊക്കെ കല്യാണത്തിന് വന്നിരുന്നതാ. ഞാൻ അവരെ ഒന്നും ഓർക്കുന്നില്ലെന്നേ. കൊള്ളാം. അത് പിന്നെ അന്ന് കൺമുന്നിൽ ധനുഷ് മാത്രമായിരുന്നല്ലോ. കളിയാക്കിയിട്ട് നിന്ന് ചിരിക്കുക. പോ അവിടുന്ന്. നേരത്തെ കടിക്കാൻ തോന്നിയ ആ കവിളിൽ നല്ലൊരു പിച്ചു വെച്ചു കൊടുത്തു. ഹാവൂ, എന്തോന്നാടി ഇത്? കണക്കായിപ്പോയി. കളിയാക്കിയിട്ടല്ലേ? ആര്, ഞാനോ? നീ തന്നെ പറഞ്ഞിട്ടുള്ളതല്ലേ? അതന്നല്ലേ. പിന്നെ ഇപ്പോഴോ? ചോദ്യത്തോടൊപ്പം ആൾ അടുത്തേക്ക് ചാഞ്ഞു വന്നു. ആ നിശ്വാസം കവിളിൽ തട്ടി. ഉള്ളിലെ പരിഭ്രമം പിടയുന്ന പീലികൾ ഏറ്റെടുത്തു. നാവിലെ വെള്ളം വറ്റി. മിഴുങ്ങസ്യാന്ന് ആ മുഖത്തേക്ക് നോക്കി നിന്നു. ആ വിരലുകൾ മൂക്കിൻ തുമ്പിൽ താളമിടുന്നു. മേ ഐ കമിൻ സർ? ക്ലാസ്സിലേക്ക് വരാൻ അനുവാദം ചോദിക്കും പോലെ പിന്നിൽ നിന്നും ഉച്ചത്തിലുള്ള അനുവിന്റെ വിളി കേട്ട് രണ്ടുപേരും ഞെട്ടി. മൂക്കിൻ തുമ്പിലിരുന്ന വിരലുകൾ അറിയാതെ മുറുകിയപ്പോ വേദനിച്ചു. ആ, എന്റെ മൂക്ക്. മൂക്ക് തിരുമിക്കൊണ്ട് കൂർപ്പിച്ച് നോക്കുന്നതിനിടയിൽ അനു ഇടയിലേക്ക് കയറി വന്നു. അതേ, രണ്ടിനെ എല്ലാവരോടും അന്വേഷിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് ഡാൻസ് കളിക്കാതെ അങ്ങോട്ട് വന്നേ. കൊതിച്ചത് കിട്ടാതെ കുറുമ്പ് പിടിച്ച കുട്ടിയെ കൂട്ടു നിൽക്കുന്ന ആളെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അനുവിന്റെ പുറകെ നടക്കുമ്പോൾ പിന്നിൽ നിന്നും ഒരു മർമ്മരം കേട്ടു. ലവ് യു പാറൂട്ടിയെ. ഉള്ളിലൊരു പൂക്കാലം വിരിഞ്ഞു. ഉച്ചയ്ക്ക് സദ്യ കഴിഞ്ഞതും ഗോപിയച്ചന്റെ വീട്ടുകാർ യാത്ര പറഞ്ഞ് പിരിഞ്ഞു. ആ സമയമായപ്പോഴേക്കും അവരെ എല്ലാവരെയും നന്നായി പരിചയപ്പെട്ട് കഴിഞ്ഞിരുന്നു. പോകും മുന്നേ വീട്ടിലേക്ക് കൂടി വരണമെന്ന് പറഞ്ഞിട്ടാ അവരിറങ്ങിയത്. സദ്യ കഴിഞ്ഞതിന് ശേഷം വീണ്ടും വീടിന്റെ ഭംഗി നോക്കി മാവിൻ ചൂട്ടിൽ നിൽക്കുന്നതിനിടയിലാ അച്ഛൻ അടുത്തേക്ക് വന്നത്. വാക്കറിന്റെ സഹായം ആവശ്യമില്ലെങ്കിലും ആൾക്ക് ഇപ്പോഴും നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. മോൾക്ക് ഇപ്പോ സന്തോഷമായോടാ? അച്ഛന്റെ കണ്ണുകൾ ചെറുതായി നനഞ്ഞിട്ടുണ്ട്. അത് കണ്ടപ്പോ എന്റെയും കണ്ണുകൾ നിറഞ്ഞു. സന്തോഷം കൊണ്ടാണെന്ന് മാത്രം. മറുപടി പറയാതെ അച്ഛന്റെ കൈകൾ കവർന്നെടുത്ത് ചുണ്ടോട് ചേർത്തു. ചെറുതായി വിറക്കുന്ന കൈകൾ ഉയർത്തി അച്ഛൻ മുടിയിൽ തലോടി. നല്ലതേ വരൂ എന്റെ കുട്ടിക്ക്. മെല്ലെ തലയാട്ടി. മാവിന്റെ ഇലകളെ കുലുക്കിക്കൊണ്ട് കാറ്റ് വീശി. അത് ശരീരത്തെ മാത്രമല്ല ഉള്ളിനെയും തണുപ്പിച്ചു. തുടരും. ബിസിനസ്മാൻ അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കഥയ്ക്ക് അഭിപ്രായങ്ങൾ പറയുന്നതിനൊപ്പം കഥയുടെ ലിങ്ക് പരിചയക്കാർക്കൊക്കെ ഷെയർ ചെയ്ത് നൽകിയും ലൈക്കുകൾ തന്നും സപ്പോർട്ടുമായി എന്നും കൂടെ ഉണ്ടാകണേ. താങ്ക്